നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു. ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ സംഭവിച്ച വാർത്താ ദിനമാണ്. ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. 1 PM ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ UDF ഭരണസമിതിയുടെ കാലത്തേക്കും. കൊടിമര പുനർനിർമ്മാണത്തിൽ പ്രത്യേക കേസെടുത്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. സംസ്ഥാന വിജിലൻസ് ത്വരിത പരിശോധന നടത്തും. 2017 പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കാലത്തായിരുന്നു കൊടിമര പുനർനിർമ്മാണം. അതേസമയം സ്വർണ്ണപ്പാളികളിൽ വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്താൻ SITക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അനുമതി നൽകി. ഇടക്കാല ഉത്തരവിലാണ് നിർദ്ദേശം. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്ത് വന്നത്. രണ്ടെണ്ണമാണ് ഏറ്റവും പ്രധാനം. UDF ഭരണസമിതിയിലേക്ക് കൂടി അന്വേഷണം പോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. കൊടിമര പുനർപ്രതിഷ്ഠയിൽ പ്രത്യേക കേസ് എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം സ്വർണ്ണപ്പാളികളിൽ വീണ്ടും ശാസ്ത്രീയ പരിശോധന, അത് SIT ആവശ്യപ്പെട്ടത് പ്രകാരം. വിവരങ്ങൾ. അനുജ, നമ്മൾ ഇന്ന് രാവിലെ മുതൽ പറഞ്ഞതാണ് ഇന്നത്തെ കോടതി നടപടി സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാണെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ചില നീക്കങ്ങളിലേക്ക് ഹൈക്കോടതി കടക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കാൻ SITക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. 2017 കൊടിമര പുനഃപ്രതിഷ്ഠ നടന്നത്. കഴിഞ്ഞ തവണത്തെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിലവിൽ സ്വർണ്ണക്കൊള്ളയിലാണ് അന്വേഷണം ആരംഭിച്ചതെങ്കിലും ഇതിന്റെ അന്വേഷണം മറ്റു രീതിയിലേക്കൊക്കെ പോകുകയാണ്, മറ്റിടങ്ങളിലേക്കൊക്കെ വ്യാപിച്ചു കിടക്കുന്നു. അതുകൊണ്ട് ഈ കൊടിമരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പരിശോധന നടത്താമെന്ന് ഉത്തരവിൽ കോടതി പറഞ്ഞിരുന്നു. അത് കൂടുതൽ ശക്തമായി ഇപ്പോൾ കേസെടുത്ത് അന്വേഷിക്കാനുള്ള നിർദ്ദേശത്തിലേക്കാണ് ഇപ്പോൾ ഹൈക്കോടതി കടന്നിരിക്കുന്നത്. കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2017 പുനർനിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വിജിലൻസ് ത്വരിത അന്വേഷണം നടത്തണം എന്നാണ് നിർദ്ദേശം. സംഭാവനയായി ലഭിച്ച സ്വർണത്തിൽ അവ്യക്തതയുണ്ട് എന്ന് കോടതി വ്യക്തമാക്കുന്നു. അതായത് ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 27ഓളം ആളുകൾ, ചില സെലിബ്രിറ്റികൾ അടക്കമുള്ള ആളുകൾ സ്വർണം നൽകിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അത് 2 മുതൽ 4 കിലോ വരെ സ്വർണമാണ് കൈമാറിയിട്ടുള്ളത് കൊടിമര സ്വർണ്ണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. പക്ഷേ അത് മെഹസറിൽ രേഖപ്പെടുത്തുന്നതിലടക്കം ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ സ്വർണം കൈമാറിയതിലടക്കം വലിയ അവ്യക്തത ആ കണക്കിലുണ്ട് എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് ഇനിയിപ്പോൾ അന്വേഷിക്കുന്ന SIT ദ്വാരപാലക ശില്പ കേസിലും ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കട്ടിളപ്പാളി കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2017 നടന്ന കൊടിമര പുനഃപ്രതിഷ്ഠയിലും ഒരു FIR രജിസ്റ്റർ ചെയ്ത അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ അത് UDFലെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. കാരണം 2017 കൊടിമര പുനഃപ്രതിഷ്ഠ നടന്നത് അത് UDF ആണ് അന്ന് ബോർഡ് കൈകാര്യം ചെയ്യുന്നത്. അതിലെ പ്രധാനപ്പെട്ട അംഗം ഇപ്പോൾ ഉള്ളത് അജയ് തറയിലാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം അടക്കം പുറത്തു വരികയും ചെയ്തു. പക്ഷേ അതിനൊരു പ്രതിരോധമായി അവർ തീർക്കുന്നത് നേരത്തെ തന്നെ ഇതേ ഹൈക്കോടതി തന്നെ ഒരു ഡിവിഷൻ ബെഞ്ച് ഈ 31 ഈ 2017 നടന്ന കൊടിമര പുനഃപ്രതിഷ്ഠയെ അഭിനന്ദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വളരെ കൃത്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. അതുകൊണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ SIT ചെയ്തിരിക്കുന്നത് എന്നാണ് അന്നത്തെ UDFന്റെ ബോർഡംഗമായ അജയ് തറലടക്കം പറഞ്ഞത്. പക്ഷേ ആ ഉത്തരവ് എത്രത്തോളം പ്രതിരോധം തീർക്കാനാകും എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. കാരണം വിജിലൻസിന്റെ പരിശോധനയിൽ ചില ക്രമക്കേടുകൾ പ്രഥമ ദൃഷ്ടിയാൽ കണ്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഹൈക്കോടതി അടിയന്തരമായി ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയത്. കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. ആ കേസ് പത്തനംതിട്ടയിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റേഷൻ പരിധിയിൽ കേസ് രജിസ്റ്റർ ചെയ്യും. അത് പിന്നാലെ SITക്ക് കൈമാറും. SIT അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് പോകും. മറ്റൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, അത് 2019-2025 നിലവിലെ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതിൽ VSSC പരിശോധനാ ഫലത്തിന്റെ അന്തിമ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കൈമാറി. പക്ഷേ ആ അന്വേഷണ റിപ്പോർട്ടിൽ, അല്ലെങ്കിൽ ആ പരിശോധനയിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന ആവശ്യം SIT മുന്നോട്ട് വെച്ചു. ആ ആവശ്യം കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുംബൈയിലുള്ള ബാബ ആറ്റോമിക് സെന്ററിൽ പരിശോധനയ്ക്ക് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് ഈ കേസിലെ ഏറ്റവും നിർണായകമായ നടപടിയായി മാറും. അത് സൂചിപ്പിക്കുന്നത് അന്വേഷണം കുറച്ചുകൂടി നീണ്ടുപോകും എന്നുള്ള കാര്യത്തിലാണ്. ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക്, ആദ്യം ഒരു ദ്വാരപാലക ശില്പം അനുമതിയില്ലാതെ സ്വർണം പൂശാൻ കൊണ്ടുപോയ കേസിലാണ് റിപ്പോർട്ടിലാണ് തുടങ്ങുന്നതെങ്കിൽ ഇപ്പോൾ ശബരിമലയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അറ്റവും മൂലയും എല്ലാം തിരഞ്ഞുള്ള ഒരു അന്വേഷണത്തിലേക്ക് SIT പോവുകയാണ്. അതിന് പൂർണ്ണ നിർദ്ദേശം കോടതിയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്
അനുജ. അതാണ് പ്രധാനപ്പെട്ട 2 നിർദ്ദേശങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് കൊടിമര പുനർനിർമ്മാണത്തിൽ പ്രത്യേക കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നുള്ളത്. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിലിന്റെ പ്രതികരണം. ആശങ്കപ്പെടാനില്ല എന്നും എല്ലാറ്റിനും കൃത്യമായ കണക്കുണ്ട് എന്നും അജയ് തറയിൽ 24-നോട് പറഞ്ഞു. അല്ല, അന്വേഷണം നടക്കട്ടെ എന്നാണ് ഞാനും പറയുന്നത്. ഞാൻ സ്വാഗതം ചെയ്യുന്നു അന്വേഷണത്തെ. ഒന്നുമില്ല, ആശങ്കപ്പെടേണ്ട കാര്യം ഒന്നുമില്ല. അത് നമ്മളല്ലോ അത് ചെയ്ത് പരിപൂർണമായി കോടതി നിയോഗിച്ച ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ ചെയ്തൊരു പ്രവൃത്തിയാണ്. അതിന് കോടതിയിൽ അദ്ദേഹം എല്ലാ 6 റിപ്പോർട്ടുകൾ കൊടുത്തു. ആ റിപ്പോർട്ടുകളെ എല്ലാം അദ്ദേഹത്തെ ശ്ലാഘിച്ചുകൊണ്ട് കോടതി അതിനകത്ത് അദ്ദേഹത്തെ കവർ ചെയ്ത് വേറെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്റെ ആവശ്യമുള്ളൂ. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, നമുക്കറിയാം ഇതിനോടകം തന്നെ നിയമസഭയിൽ ഉൾപ്പെടെ UDF വലിയ ബഹളമുണ്ടാക്കിയ വിഷയമാണ്. ഇപ്പോൾ 2017 ഭരണസമിതിയിലേക്ക് കൂടി അന്വേഷണം നടത്താം, അത് പ്രത്യേക കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള നിർദ്ദേശം. UDFനെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ ഉത്തരവ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അപ്പോഴും അവർക്ക് പറയാം, മുൻപ് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുള്ളതാണ് ഇതിൽ എന്ന് പറയാം. SITക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്നൊക്കെ പറയാം. പക്ഷേ ഇത് ഈ കേസിന് മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന നിർദ്ദേശമാണ്, ഉത്തരവാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. UDF പ്രതിരോധത്തിലാവുകയല്ലേ കൂടുതൽ? അനുജ, കഴിഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ സ്വർണ്ണ കൊടിമര പുനർനിർമ്മാണ കാലത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്, നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേക കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ നിർദ്ദേശം. ഇത് സ്വാഭാവികമായും ശബരിമലയിലുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുടെ ആരോപണങ്ങൾ UDFിലേക്ക് കൂടി കൊണ്ടുവരുന്ന ഒരു നടപടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ദേവസ്വം വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇത്തരമൊരു റിപ്പോർട്ട് വരാനുള്ള കാരണം എന്താണ് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ രാഷ്ട്രീയ വിവാദമാകാൻ ഇടയുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിയമസഭയിലും പുറത്തുമൊക്കെ തന്നെ LDFും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും ഇടതുപക്ഷ നേതാക്കളും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്ത് അല്ലെങ്കിൽ അജയ് തറയിലിൻ്റെ കാലത്ത് സ്വർണ്ണ കൊടിമര പ്രതിഷ്ഠയിലടക്കം ക്രമക്കേട് നടന്നുവെന്നാണ്. അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയ ആരോപണം നിലനിൽക്കുമ്പോഴാണ് ദേവസ്വം വിജിലൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു റിപ്പോർട്ട് കോടതിയിൽ നൽകുന്നത്. കോടതി സ്വാഭാവികമായും ദേവസ്വം വിജിലൻസിൽ നിന്ന് ഇത്തരമൊരു ശുപാർശ ലഭിച്ചാൽ കോടതി അതിനെ അംഗീകരിക്കുകയും ചെയ്യും. അതായിരിക്കും UDF ഉയർത്താൻ പോകുന്ന പ്രതിരോധം. മാത്രമല്ല, നേരത്തെ ഡിവിഷൻ ബെഞ്ച് ഈ സ്വർണ്ണ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അക്കാര്യത്തിൽ തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവുകളുമുണ്ട്. ആ ഉത്തരവുകളടക്കം പരാമർശങ്ങളടക്കം ഉള്ളതാണ് UDFന് മറ്റൊരു പ്രതിരോധമായി മാറുന്നത്. എങ്കിൽ പോലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ ഒരു രാഷ്ട്രീയ സംവാദത്തിന് വഴിവെക്കുമ്പോൾ UDFനെ പ്രതിരോധത്തിലാക്കാൻ LDFന് എടുത്തുപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമായി ഈ അന്വേഷണ നിർദ്ദേശം മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിലാണ് പ്രത്യേക കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഒപ്പം തന്നെ സ്വർണ്ണപ്പാളികളിൽ കൂടുതൽ വിശദമായ ഒരു പരിശോധന നടത്തണം. അത് ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിലാകും ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടത്. വ്യക്തത വരണം കൂടുതൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതിലും ഇനി ചെറിയ കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ നിർണായക നീക്കവുമായി പ്രതിപക്ഷം. സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകാൻ കോൺഗ്രസ് ഒപ്പുശേഖരണം തുടങ്ങി. സ്പീക്കർ ഏകപക്ഷീയമായി പെരുമാറുന്നു എന്നാരോപിച്ചാണ് നീക്കം. പ്രതിപക്ഷ ബഹളത്തിൽ തുടർച്ചയായ 6ാം ദിവസവും ലോക്സഭ തടസ്സപ്പെട്ടു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാതിരുന്നതും പ്രധാനമന്ത്രിയെ ആക്രമിക്കാൻ കോൺഗ്രസ് വനിതാ MP-മാർ പദ്ധതിയിട്ടിരുന്നുവെന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം. രാവിലെ ചേർന്ന ഇന്ത്യ സഖ്യയോഗത്തിൽ തൃണമൂൽ കോൺഗ്രസ് അടക്കം ഈ തീരുമാനത്തെ പിന്തുണച്ചതായാണ് വിവരം. ഇന്ന് സഭ സമ്മേളിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം നൽകണമെന്ന് KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടെങ്കിലും സ്പീക്കർ അനുവദിച്ചിരുന്നില്ല. തുടർന്നാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിശ്വാസ പ്രമേയ നോട്ടീസിനായി ഒപ്പുശേഖരണം ആരംഭിച്ചത്. പ്രതിപക്ഷത്തിനെതിരെ ഇത്തരത്തിലുള്ള മനോഭാവം മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലെന്ന് KC വേണുഗോപാൽ MP. Whether it is leader of opposition or any other opposition leader, party leader, they are not getting any chance to speak. They are not even allowed. This is you can verify, you can check the records of this parliament, this house. This type of attitude towards the opposition is not happened any time. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പിടിവാശിയാണ് സഭ തടസ്സപ്പെടാൻ കാരണമെന്നും കോൺഗ്രസ് MP-മാരുടെ പെരുമാറ്റത്തിൽ സ്പീക്കർക്കും അതൃപ്തിയുണ്ടെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തിരിച്ചടിച്ചു.
राहुल गांधी जी अपना बात बोलना है तो 24 घंटे वो बोलते ही हैं, प्रेस कॉन्फ्रेंस करके बोले, जहां भी बोले भाषणबाजी करते ही है, वो मोदी जी को गाली देते रहते हैं. 12 മണിക്ക് സഭ സമ്മേളിച്ചപ്പോൾ ബജറ്റിലെ പൊതുചർച്ചയ്ക്കായി ശശി തരൂർ MP-യെ ചെയർ വിളിച്ചെങ്കിലും രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ രംഗത്ത് വന്നതോടെ ചെയർ 2 മണിവരെ സഭ നിർത്തിവെച്ചു. 24 ഡൽഹി. ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള വാർത്തകൾ. വോട്ടുത്സവം. UDF പ്രവേശത്തിനായി ജോസ് കെ മാണി പലതവണ UDF നേതാക്കളെ കണ്ടെന്ന് പാലാ MLA മാണി സി കാപ്പന്റെ വെളിപ്പെടുത്തൽ. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുമായിട്ടായിരുന്നു കൂടിക്കാഴ്ചയെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. ഇതിനിടെ പാലായുടെ വികസനത്തിന് മാണി സി കാപ്പൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് കുറ്റപ്പെടുത്തി ജോസ് കെ മാണിയും രംഗത്ത് വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായുടെ പേരിൽ പോരുമുറുകുന്നതിനിടെയാണ് ജോസ് കെ മാണിയും മാണി സി കാപ്പനും തമ്മിലുള്ള വാക്പോര്. പാലായുടെ വികസനത്തിന് താൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന ജോസ് കെ മാണിയുടെ ആരോപണത്തിന് മറുപടി പറയാനെത്തിയ മാണി സി കാപ്പൻ ഗൗരവമേറിയ വെളിപ്പെടുത്തലാണ് നടത്തിയത്. UDF പ്രവേശനത്തിന് ജോസ് കെ മാണി വലിയ ശ്രമം നടത്തിയെന്നും പലതവണ നേതാക്കളെ കണ്ടെന്നും മാണി സി കാപ്പൻ. UDF-ലേക്കുള്ള എൻട്രി പ്രതീക്ഷിച്ചുകൊണ്ട് ജോസ് കെ മാണി കോൺഗ്രസ് നേതാക്കളെ കണ്ടിട്ടില്ല എന്ന് പറയാമെങ്കിൽ കുരിശുപള്ളി മാധവന് മുമ്പ് പറയുന്ന പണിയാൻ ചെയ്യാം. ഇതിപ്പോൾ ആ ഒരു സംഭവം അറിഞ്ഞുകൊണ്ടാണല്ലോ പിണറായി വിജയൻ കണ്ടുപിട്ടി ഈ ജാഥയുടെ യാത്രയ്ക്ക് പിടിച്ചിട്ട് കൂച്ചുവലം കിട്ടുന്നത് ആനക്കൊക്കെ ഇടുന്നവർ നീ അങ്ങോട്ടും പോകാൻ ഇങ്ങോട്ടും പോകാൻ. പാലായിൽ ജയിക്കുമെന്ന് ജോസ് കെ മാണി സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ടെന്നും മാണി സി കാപ്പൻ. പാലായുടെ വികസനത്തിന് ജോസ് കെ മാണിയും കൂട്ടരും തടസ്സം നിൽക്കുന്നെന്നും മാണി സി കാപ്പന്റെ ആരോപണം. പാലായുടെ വികസനത്തിന് മാണി സി കാപ്പൻ ഒന്നും ചെയ്തില്ലെന്ന് ജോസ് കെ മാണി കുറ്റപ്പെടുത്തിയിരുന്നു. നമുക്ക് ചൂണ്ടിക്കാണിക്കാനോ തൊട്ട് കാണിക്കാനോ പ്രാദേശികമായ ഒരു പദ്ധതിയെങ്കിലും എടുത്തു പറയാൻ ജനപ്രതിനിധിക്കുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയും ഇവിടെയുള്ള ഭരണത്തിലിരിക്കുന്ന നേതാവ് അതിനെ തടസ്സപ്പെടുത്തുകയാണ് എന്ന് പറയും. ജോസ് കെ മാണി ക്യാപ്റ്റനായുള്ള LDF-ന്റെ വികസന മുന്നേറ്റ യാത്രയുടെ മധ്യമേഖലാ ജാഥ പാലായിലെത്തിയപ്പോഴാണ് വാക്പോര് മുറുകിയത്. 24 കോട്ടയം. ഗൃഹസന്ദർശന പരിപാടിയിൽ കീഴ്ഘടകങ്ങൾ കുറ്റകരമായ അനാസ്ഥ കാട്ടിയെന്ന് CPIM സംസ്ഥാന നേതൃത്വം. പരിപാടി പാർട്ടി ഉദ്ദേശിച്ച പോലെ പൂർത്തീകരിക്കാനായിട്ടില്ല. ജനങ്ങളുമായുള്ള പാർട്ടിയുടെ ബന്ധത്തിലെ പോരായ്മ വ്യക്തമാക്കുന്നതായിരുന്നു ഗൃഹസന്ദർശന പരിപാടിയെന്നും CPIM സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ടിലുണ്ട്. ജനുവരി 15 മുതൽ സംസ്ഥാനത്തെ എല്ലാ വീടുകളിലുമെത്തി ജനങ്ങളെ കേൾക്കണമെന്നും പാർട്ടി നിലപാട് ബോധ്യപ്പെടുത്തണമെന്നുമായിരുന്നു CPIM സംസ്ഥാന സമിതിയുടെ ആഹ്വാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തോൽവിയെ തുടർന്നുള്ള തിരുത്തൽ നടപടിയുടെ ഭാഗമായിരുന്നു ഗൃഹസന്ദർശന പരിപാടി. എന്നാൽ പരിപാടി ലക്ഷ്യമിട്ട പോലെ പൂർത്തീകരിക്കാനായില്ലെന്നാണ് സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ. ജനങ്ങളുമായുള്ള പാർട്ടിയുടെ ബന്ധത്തിലെ പോരായ്മ ഗൃഹസന്ദർശനത്തിൽ വ്യക്തമായെന്നാണ് സംസ്ഥാന സമിതിയുടെ നിരീക്ഷണം. ഏറ്റവും ഫലപ്രദമായി മാറ്റാൻ കഴിയുന്ന ഗൃഹസന്ദർശന പരിപാടി ഉദ്ദേശിച്ചതുപോലെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫലപ്രദമായി ഈ ക്യാമ്പയിനോട് കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥ തിരുത്തുന്ന വിധം എല്ലാ ഘടകങ്ങളും ഇടപെടണമെന്നാണ് സംസ്ഥാന സമിതിയുടെ നിർദ്ദേശം. വോട്ടർമാരുമായും അവരുടെ കുടുംബങ്ങളുമായും അടുത്ത ബന്ധം സ്ഥാപിക്കണം. പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഇടപെടൽ നടത്തണമെന്നും സംസ്ഥാന സമിതി നിർദ്ദേശിക്കുന്നു. സ്ത്രീകളുടെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കണം. ചെറുതും വലുതുമായ സമുദായ സംഘടനകളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം. പട്ടികജാതി പട്ടികവർഗ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നും CPIM സംസ്ഥാന സമിതി കീഴ്ഘടകങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 തിരുവനന്തപുരം. തുടർഭരണം ആപത്താണെന്ന നിലപാട് ആവർത്തിച്ച് കേരള സാഹിത്യ അക്കാദമി ചെയർമാനും കവിയുമായ K. സച്ചിദാനന്ദൻ. 2 തവണ ഭരിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലതെന്നും കോൺഗ്രസ് ഭരിക്കുന്നതാണെങ്കിലും താൻ ഇത് തന്നെ പറയുമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. കവി സച്ചിദാനന്ദൻ ഉൾപ്പെടെ മറ്റുള്ളവരുടെ വിമർശനം ഉൾക്കൊള്ളുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. ഇന്നലെ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കവിയും സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ K. സച്ചിദാനന്ദൻ തുടർഭരണത്തിന്റെ അപകടം ആദ്യം തുറന്നു പറഞ്ഞത്. ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ നിലപാട് ഒന്നുകൂടി വിശദമാക്കിയ സച്ചിദാനന്ദൻ CPM-ന്റെ ബംഗാളിലെ അനുഭവം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. വീണ്ടും ഒരു ഭരണം കൂടി വന്നാൽ അവസരവാദികളായ ധാരാളം ആളുകൾ ഇടതുപക്ഷത്ത് ചേരുകയും സ്വന്തം കാര്യങ്ങൾ സ്വാധിക്കുന്നതിന് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യാനിടയുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ സ്വാഭാവികമായും പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ ഇല്ലാതാവുകയും അത് ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകലുകയും ചെയ്യും. CPIM-ന്റെ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തിലെ പിശകുകൾ ചൂണ്ടിക്കാട്ടുന്ന സച്ചിദാനന്ദൻ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്നതിനെയും രൂക്ഷമായി വിമർശിച്ചു. വോട്ടിന് വേണ്ടി മാത്രം അവരെ ശ്രീനാരായണ ഗുരുവിനേക്കാളും വലിയ ആളുകളാണെന്നുള്ള മട്ടിൽ പറയുക, ഇത് നീചമാണ്. അത് വളരെ ഏറ്റവും
ഒരു വലിയ അധപ്പതനത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ ഇടത് സഹയാത്രികൻ കൂടിയായ സച്ചിദാനന്ദൻ നടത്തിയ അഭിപ്രായ പ്രകടനം CPIM-ന് അലോസരമുണ്ടാക്കിയിട്ടുണ്ട്. നേതാക്കളുടെ പ്രതികരണത്തിലും അത് വ്യക്തമാണ്. സച്ചിദാനന്ദന്റെ വിമർശനങ്ങൾ വ്യക്തിപരമെന്ന് MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ സച്ചിദാനന്ദൻ ഇടത് അനുഭാവി മാത്രമാണെന്നായിരുന്നു KK ശൈലജയുടെ പ്രതികരണം. അദ്ദേഹം സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആശയമാണത്. ഈ ആശയമുള്ള ചില ആളുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം ഈ ഗവൺമെൻറ് വേണ്ടാന്നല്ലോ, തുടരണ്ടെന്നുമല്ല. തങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇടതുപക്ഷത്ത് തന്നെയുള്ളവർ പറഞ്ഞതിന് സന്തോഷത്തിലാണ് പ്രതിപക്ഷം. CPM-നുണ്ടായ അപജയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധവാന്മാർ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരുമാണ് എന്ന ഞങ്ങളുടെ വാദം ശരിവെക്കുന്നതാണ് കവി സച്ചിദാനന്ദന്റെ പ്രസ്താവന. 24 തിരുവനന്തപുരം. അതിനിടെ തുടർഭരണവുമായി ബന്ധപ്പെട്ട സച്ചിദാനന്ദന്റെ നിലപാടിനെ പിന്തുണച്ച എഴുത്തുകാരി സാറ ജോസഫും രംഗത്തെത്തി. തുടർഭരണം ഏകാധിപത്യ പ്രവണതയുണ്ടാക്കും, വെള്ളാപ്പള്ളി നടേശനുള്ള സർക്കാർ പിന്തുണയെയും സാറ ജോസഫ് വിമർശിച്ചു. കേരളത്തിലെ പ്രതിപക്ഷം അത്ര നല്ല പ്രകടനം നടത്തിയതായി അഭിപ്രായമില്ലെന്നും സാറ ജോസഫ് കൂട്ടിച്ചേർത്തു. ജനാധിപത്യത്തിൻ്റെ നാശം ഏതാണ്ട് പൂർണ്ണമാകുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. തുടർഭരണം മാറണം, അത് നല്ലതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകാധിപത്യ പ്രവണത വളരെയധികം രൂക്ഷമായ ഒരു കാലഘട്ടമാണ് കടന്നുപോയത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ജനവിരുദ്ധ കക്ഷികളുമായും ചേർന്ന്, പ്രത്യേകിച്ച് വർഗീയ കക്ഷികളായിട്ട് ചേർന്ന്, മതകക്ഷികൾ, സാമുദായിക കക്ഷികൾ, ഇവരൊക്കെ ആയിട്ട് ചേർന്നിട്ട് അധികാരത്തിൽ നിലനിൽക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ഇപ്പോൾ നമ്മൾ കാണുന്ന വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകളൊക്കെ ആയിട്ട് കൂട്ടുകൂടുക എന്ന് പറഞ്ഞാൽ അത് അക്രമമാണ്, ശരിക്കും അക്രമമാണ്. മറ്റൊരു വാർത്ത, ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഇന്നും CPIM രംഗത്ത്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ സ്വീകരിക്കുമെന്ന VD സതീശന്റെ പരാമർശത്തിൽ ഹൈക്കമാൻഡ് നിലപാട് വ്യക്തമാക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. CPIM ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുവെന്നാണ് ഇത് സംബന്ധിച്ച ചോദ്യങ്ങളോട് VD സതീശന്റെ മറുപടി. LDF അധരവ്യായാമം നടത്തുന്നുവെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. കോലീബി ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിൻ്റെ കോർഡിനേറ്ററാണ് ഈ പറയുന്ന VD സതീശൻ. ജമാഅത്തെ ഇസ്ലാമിന് വർഗീയ നിലപാടില്ല എന്ന് പറഞ്ഞതും സതീശൻ തന്നെയാണ്. ഒരു ദേശീയ പാർട്ടിയുടെ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയെ ഇതുപോലെ പിന്തുണച്ച ഒരു നേതാവും പറയും. VD സതീശൻ പറയുന്ന ഈ നിലപാടിനോടൊപ്പമാണോ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളും ഹൈക്കമാൻഡും? ഹൈക്കമാൻഡ് വ്യക്തമാക്കണം. ഇതേവരെ പറഞ്ഞിട്ടില്ല, മിണ്ടുന്നില്ല. കേരളത്തിലെ CPM ഞങ്ങൾ പറഞ്ഞല്ലോ, ഭൂരിപക്ഷ പ്രീണനവും സൗകര്യം പോലെ ന്യൂനപക്ഷ പ്രീണനവും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ പ്രീണനം, അത് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ പ്രീണനം. ഇപ്പം ലോക്കൽ ബോഡി കഴിഞ്ഞപ്പോൾ രണ്ടുമില്ല, മൊത്തം കൺഫ്യൂഷനാണ്. ആരെ പ്രീണിപ്പിക്കണമെന്നുള്ള കൺഫ്യൂഷനാണ്. ഇതാണ് നിലനിൽക്കുന്നത്. ഇടതുപക്ഷ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചു തീവ്ര വലതുപക്ഷമാണ് കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ CPM-ഉം. LDF വളരെ കാലം കൊണ്ടു നടന്ന ഒരു പ്രസ്ഥാനം, അതിനെ UDF-നുണ്ടെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അഭിപ്രായം വെച്ച് അതിന് മുതലെടുക്കാൻ ഏതായാലും LDF-ന് കഴിയില്ല. ആ കാര്യം ഉറപ്പാണ്. കാരണം LDF ചെയ്ത കുറ്റത്തിന് മറുപടി അവർ ആദ്യം പറയണ്ടേ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അടിത്തട്ടിൽ പ്രചാരണം ശക്തമാക്കാൻ BJP ദേശീയ നേതൃത്വം. വികസിത കേരളത്തിനായി BJP എന്ന വിഷയത്തിൽ ഈ മാസം 12, 13 തീയതികളിൽ ഡൽഹിയിൽ ശില്പശാല സംഘടിപ്പിക്കും. ഇതിനിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലേഴ്സ് ഉൾപ്പെടെ ഇന്ന് ഡൽഹിയിലേക്ക് തിരിച്ചു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് അടിത്തട്ടിൽ പ്രചാരണം ശക്തിപ്പെടുത്താൻ BJP ഒരുങ്ങുന്നത്. വികസിത കേരളം മുദ്രാവാക്യമുയർത്തി മുതിർന്ന നേതാക്കൾ നയിക്കുന്ന മേഖലാ ജാഥകൾ, മണ്ഡലങ്ങൾ തിരിച്ചുള്ള അദാലത്തുകളും കോൺക്ലേവുകളും, ബൈക്ക് റാലികളും പദയാത്രകളും സംഘടിപ്പിക്കാനും സംസ്ഥാന നേതൃത്വം കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച BJP ജനപ്രതിനിധികളെ ഡൽഹിക്ക് വിളിപ്പിച്ച് ശില്പശാലയും പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മാസം 12, 13 തീയതികളിലായാണ് ശില്പശാല. അതോടൊപ്പം തന്നെ പാർലമെന്റ് മന്ദിരം സന്ദർശിക്കുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റി, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ചില മീറ്റിങ്ങുകളുണ്ട്. ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതുകൊണ്ട് നിരവധി കേന്ദ്ര മന്ത്രിമാർ ഡൽഹിയിൽ തന്നെയുണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ട് കോർപ്പറേഷന് ഗുണപ്പെടുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആലോചനയുമുണ്ട്. ശില്പശാലയിൽ സംസ്ഥാന അധ്യക്ഷനും മുൻ അധ്യക്ഷന്മാരും അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുന്ന സംഘത്തോടൊപ്പം ശാസ്തമംഗലം വാർഡ് കൗൺസിലർ R ശ്രീലേഖ പോകുന്നില്ല. മാതാവിന്റെ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ശ്രീലേഖ മാറി നിൽക്കുന്നത്. 24 തിരുവനന്തപുരം. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ഗോത്ര വിഭാഗമായ കുക്കി, തെങ്കുൽ നാഗ വിഭാഗങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സംഘർഷത്തിൽ പരുക്കേറ്റവരെ മുഖ്യമന്ത്രി യുംനാം ഖേംചന്ദ് സന്ദർശിച്ചു. മണിപ്പൂർ ഉക്രൂലിലെ ലിതാൻ ഗ്രാമത്തിലാണ് സംഘർഷമുണ്ടായത്. കുക്കി, തെങ്കുൽ നാഗ വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ
നിരവധി പേർക്ക് പരിക്കേറ്റു. വീടുകൾക്കും വാഹനങ്ങൾക്കും തീയിട്ടു. വെടിവെപ്പും കല്ലേറുമുണ്ടായതായും റിപ്പോർട്ടുണ്ട്. തെങ്കുൽ നാഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരെ കുക്കി വിഭാഗക്കാർ ആക്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് എത്തിയതെന്നാണ് വിവരം. സംഘർഷത്തിൽ പരിക്കേറ്റവരെ മുഖ്യമന്ത്രി യുംനാം ഗേംചന്ദ് സന്ദർശിച്ചു. സമാധാനവും ഐക്യവും നിലനിർത്താൻ അഭ്യർത്ഥിക്കുന്നുവെന്ന മണിപ്പൂർ മുഖ്യമന്ത്രി. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് മേഖലയിൽ കൂടുതൽ സുരക്ഷാ സേന വിന്യസിച്ചു. പ്രശ്നം പരിഹരിക്കാൻ ഇരുവിഭാഗം നേതാക്കളെയും ഉൾപ്പെടുത്തി യോഗം ചേരാനാണ് ആലോചന. മണിപ്പൂർ ഉപമുഖ്യമന്ത്രി ലോസി ദിഗോ പ്രശ്നബാധിത മേഖല സന്ദർശിച്ചേക്കും. 24 ഡൽഹി. തിരുവനന്തപുരം നഗരത്തിലെ അനധികൃത സ്പാകൾക്കെതിരെ നടപടിയുമായി കോർപ്പറേഷൻ. സ്പാകളിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം വ്യാപക പരിശോധന നടത്തി. ഇതിനിടെ ജോലിക്കായുള്ള അഭിമുഖത്തിനെത്തിയപ്പോൾ സ്പാ മാനേജർ മോശമായി പെരുമാറിയെന്ന് യുവതി വെളിപ്പെടുത്തി. തിരുവനന്തപുരം നഗരത്തിൽ ലൈസൻസുള്ള 200-ലധികം സ്പാകൾ ഉണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകൾ കേന്ദ്രീകരിച്ച് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ലഹരിമരുന്ന് വിൽപ്പനയും ഗുണ്ടാ പ്രവർത്തനങ്ങളുമുണ്ട്. അനധികൃത സ്പാകൾക്കെതിരെ നടപടി തുടരുമെന്ന് മേയർ വി രാജേഷ്. സമൂഹത്തിന് ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും സ്കൂൾ യൂണിഫോമിലെ കുട്ടികളൊക്കെ തന്നെ പല കേന്ദ്രങ്ങളിലും എത്തുന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറവിൽ കുപ്രസിദ്ധ ഗുണ്ടകളൊക്കെ തന്നെ വീണ്ടും നഗരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട്. പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ ഉണ്ട്. ഇക്കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടി കോർപ്പറേഷൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ക്യാപിറ്റൽ ടവർ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്പർശൻ വെൽനസ് സ്പാ ഇന്നലെ കോർപ്പറേഷൻ അധികൃതർ പൂട്ടിച്ചിരുന്നു. ഈ സ്പാക്കെതിരെ പരാതിയുമായി പെൺകുട്ടി രംഗത്തെത്തി. ജോലിക്കായി ഇന്റർവ്യൂവിനെത്തിയപ്പോൾ മാനേജർ തന്നോട് മോശമായി പെരുമാറിയെന്ന് പെൺകുട്ടി. എന്റെ അടുത്ത് ഫോട്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്കത് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവര് ഫോട്ടോ ഉണ്ടെങ്കിലേ അവരിതാക്കുള്ളൂ എന്ന് പറഞ്ഞു. ആക്ച്വലി അവിടെ നടക്കുന്നത് വേറെ എന്തോ ആണ്. അപ്പൊ എനിക്കത് പറ്റാത്തോണ്ട് മാനേജർ എന്നെ ഇറങ്ങാനായപ്പോ എന്നെ ഒരുമാതിരി ഷൗട്ട് ചെയ്തു. പിന്നെ എന്നെ അടിക്കാനൊക്കെ വന്നു. പെൺകുട്ടി മേയർക്ക് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു പരിശോധന വ്യാപകമാക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത്. 24 തിരുവനന്തപുരം. റിപ്പോർട്ടോടെ 1 PM ന്യൂസ് അവസാനിക്കുന്നു.